ഹായ്, ഞാൻ പറഞ്ഞു വരുന്നത് ചപ്പും ചവറും എന്ന് പറയുന്ന ചാനലിനെ കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മുടെ ഇരക്കൽ വനിത, പാവങ്ങളുടെ കോടീശ്വരി, പാവപ്പെട്ട ഉമ്മയെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഈ ചവറ് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അതായത് 18 പയറ്റുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പം നമുക്ക് കാര്യത്തിക്ക് വരാം. അതായത് ഈ ഇരക്കൽ വനിത, അതായത് പാവങ്ങളുടെ കോടീശ്വരി, പാവപ്പെട്ട ഉമ്മ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളിൻ്റെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്നത് നമ്മുടെ ബീൻ ഫാമിലി എന്ന ആയിഷ ഇത്തയാണ്. അപ്പോൾ ആയിഷ ഇത്തയെ ഒരു മൂലയിൽ ഇരുത്തണമെങ്കിൽ ആരെങ്കിലും വേണം ഈ പാവപ്പെട്ട ഉമ്മാക്ക്. അതിനായി ഇവർ കൂട്ടുപിടിച്ചതാണ് ഈ ചവറിനെ. അപ്പോൾ ഈ പാവപ്പെട്ട ഉമ്മയും കൂടെ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ സോലിഹത്തായ ഉമ്മ, ദീനിയായ ഉമ്മ. അപ്പോൾ അവർ കൂട്ടുപിടിച്ച് ബീൻ ഫാമിലിക്കെതിരെ ഈ ചവറ് ഒരു ആരോപണം ഉന്നയിച്ചു. അതായത് ചെറിയ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, സ്ട്രോക്കുള്ള ആളാണ്, സ്ട്രോക്ക് ഉണ്ടായപ്പോൾ പ്രസവിച്ചതാണ്, അപ്പോൾ കുട്ടീനെ ഉൾക്കൊണ്ടിട്ടില്ല ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആരോപണങ്ങൾ. അതിന് നമ്മുടെ ബീൻ ഫാമിലി ഒരു അയൺ ലേഡിയാണ്. അപ്പോൾ അവരത് ആ കാര്യം കൂളായിട്ട് കൈകാര്യം ചെയ്തു. ആരെക്കൊണ്ടും പറ്റില്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ കൊണ്ടും പറ്റില്ല അത്രക്ക് കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ബീൻ ഫാമിലി, അതായത് ആയിഷ ഇത്ത, പബ്ലിക്കിന് മുന്നിൽ എല്ലാ കാര്യവും, സ്ട്രോക്ക് വന്നതും ഗർഭിണിയായതും പ്രസവിച്ചതും എല്ലാം പറഞ്ഞിട്ടും പബ്ലിക്കായിട്ട് ഉള്ള എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്രേക്ഷകരും, അവരുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടും ഈ ചവറിന് മാത്രം മനസ്സിലായില്ല. എന്ത് ചെയ്യുക, അവരുടെ ഏരിയ അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ഈ ചവറിന് വല്ലാത്ത ലൈംഗിക ദാരിദ്ര്യം നല്ലോണം അനുഭവപ്പെടുന്ന ഒരു മനുഷ്യനാണെന്ന് അയാളുടെ കമൻറ്റുകൾ കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് കാര്യത്തിക്ക് വീണ്ടും വരാം. അപ്പോൾ ഉത്തമ, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ബീൻ ഫാമിലിയുടെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വരുന്ന ടൈമിൽ ബീൻ ഫാമിലിക്ക് ഗർഭിണിയാണ്. പക്ഷെ അത് ബീൻ ഫാമിലി അറിഞ്ഞില്ല. അതായത് ചില സ്ത്രീകൾക്ക് മെൻസസിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും, ചിലർക്ക് ഓർമ്മ ഉണ്ടാവില്ല. 98% ഓർമ്മയില്ലാത്ത സ്ത്രീകളാണ്. അങ്ങനെയുള്ളവരാണ് സ്കാനിങ്ങിൽ ഇത്ര ആഴ്ച ആയി എന്നുള്ളത് അറിയുക. അത് ഇവരറിയുന്നത് തന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ ഗർഭിണിയാണ് എന്നുള്ളത് മനസ്സിലാവുക. അതേ അവസ്ഥയിലൂടെ കടന്ന് പോയ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇന്ന് ഒരു ഗൈനക്കോളജിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രഗ്നൻസിയെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുക. ചിലവർക്ക് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ തന്നെ ഛർദി, തലകറക്കം, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. ചിലർക്ക് ഒന്നും അറിയില്ല. ഈ അറിയാത്തവർക്കാണ് ഒരു അസുഖം ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആണ് ഇവർക്ക് ഗർഭിണിയാണ് എന്നറിയാം. പിന്നെ ഇവർക്ക് ഇവരുടെ ഭർത്താവ് ഉൾക്കൊണ്ടില്ല എന്ന് പറയുന്നു. അവരുടെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിട്ട് തലച്ചോറിന് ബ്രെയിൻ മെമ്മറി ലോസാണ്. അതായത് അവരുടെ ആ ഹസ്ബൻഡിൻ്റെ മാനസികാവസ്ഥ കൊച്ചു കുട്ടികളെ പോലെയാണ് അവരുടെ മെമ്മറിയും. അപ്പോൾ ഞാൻ ഗർഭിണിയാണ്, ഇത് നിങ്ങളുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതായത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. അതായത് ഒരു കൊച്ചുകുട്ടീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കൊച്ചുകുട്ടീൻ്റെ റിപ്ലൈ? അതേപോലെയാണെന്ന്. അപ്പോൾ മനസ്സിലായോ ഉത്തമ? ഇനി ആമത്തോടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോവാ. അപ്പോൾ ബീൻ ഫാമിലി നിങ്ങൾക്ക് ഡേറ്റും സർട്ടിഫിക്കറ്റും എല്ലാം തരും. പിന്നെ അവരുടെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും വീട്ടുകാർക്കും ആർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഈ ചവറിനെ ഉള്ളത്. ചവറിൻ്റെ വിചാരം ചവറിൻ്റെ ആരോ ആണ് എന്നാണോ ചവറെ നീ കരുതിയിട്ടുള്ളത്? ഇനിയിപ്പോൾ ചവറിനെ റിയാക്ട് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് 4 കാമുകന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് 10 ആവും 15 ആവും എത്ര ആയാലും ഇനി അവരുടെ കൂടെ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനായി എന്ന് പറഞ്ഞാലും, ഇനി 5 ഒപ്പം പ്രസവിച്ചു എന്ന് പറഞ്ഞാലും, ഈ ആയിഷ നേഹക്ക് കൈമന്ന് രോമം പറിച്ച് ഇത്ര ഉള്ളൂ കേട്ടാ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കേ.